എല്ലാവർക്കും സിവിൽ പോലീസ് ഓഫീസർ, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായി ബന്ധപ്പെട്ട പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ കംപ്ലീറ്റ് ക്ലാസ്സും എടുത്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പഠിക്കാനുള്ളത് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് മുൻവർഷ ചോദ്യങ്ങളാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട. അപ്പോൾ നമുക്ക് മുൻവർഷ ചോദ്യങ്ങൾ നോക്കാതെ പോകാൻ സാധിക്കില്ല. അപ്പം മാക്സിമം ആ മുൻവർഷ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് അടിക്കാനും ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ ഇതേ ഒരു പാറ്റേണിലായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ആദ്യം അപ്പോൾ നമുക്ക് മുൻവർഷ ചോദ്യങ്ങളുടെ ക്ലാസ് കണ്ടതിന് ശേഷം ബാക്കിയുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്കൗട്ട് ചെയ്ത് പോവാം. അപ്പം നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് സബ്സ്ക്രൈബിലൂടെയും ലൈക്കിലൂടെയും കമൻറ്റ് വഴിയും അറിയിക്കാവുന്നതാണ്. അപ്പം പുറത്ത് നല്ല മഴ നടക്കുന്നുണ്ട്, വോയിസിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകും, അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അപ്പം നമുക്ക് ചെറിയൊരു വോയിസിൻ്റെ ഇഷ്യൂ വരുമെന്നേ ഉള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? അപ്പം താഴെ പറയുന്നവയിൽ ഏതാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിൽ നൽകാവുന്ന വിവരം? ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വ്യാപാര രഹസ്യങ്ങൾ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. വ്യാപാര രഹസ്യങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസബന്ധം മൂലമുള്ള വിവരങ്ങൾ, അപ്പം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മൂലമുള്ള വിവരങ്ങളൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം, അതും നമുക്കറിയാൻ സാധിക്കത്തില്ല. വിദേശ സർക്കാരിൽ നിന്ന് രഹസ്യമായി ലഭിച്ച വിവരം ഒരിക്കലും നമുക്ക് വിവരാവകാശ നിയമപ്രകാരം അറിയാൻ സാധിക്കില്ല. പിന്നെ എന്താണ് മന്ത്രിസഭാ തീരുമാനങ്ങൾ? അത് നമുക്കറിയാം. മന്ത്രിസഭാ തീരുമാനങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ മന്ത്രിസഭ കൂടിക്കഴിഞ്ഞ് ക്യാബിനറ്റ് കൂടിക്കഴിയുമ്പോൾ ക്യാബിനറ്റിൻ്റെ തീരുമാനങ്ങളെല്ലാം നമുക്ക് വിവരാവകാശം കൊടുത്തു കഴിഞ്ഞാൽ ആ ഗസറ്റ് വഴി നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി, മന്ത്രിസഭാ തീരുമാനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇതുവഴി ഒന്ന് കണക്ട് ചെയ്താൽ മതി. നമ്മൾ വിവരാവകാശ നിയമത്തിൻ്റെ ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, മാക്സിമം അതൊന്ന് കയറി കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ. അപ്പോൾ കൊക്കൈൻ, അപ്പോൾ NDPS ആക്ട് ആണ് വരുന്നത്. NDPSൻ്റെ ആക്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടില്ല. NDPSൻ്റെ ആക്ട് നമ്മൾ ഓൾറെഡി സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഇതിൽ എടുത്തിട്ടുണ്ട്, ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പം മാക്സിമം നിങ്ങൾ അതൊന്ന് കയറി കാണാൻ ശ്രമിക്കുക. ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷ. പരമാവധി തടവ് ശിക്ഷ 1 വർഷം വരെ കഠിന തടവാണ്. കൊക്കൈൻ എന്ന മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് ലഭിക്കുന്ന പരമാവധി തടവ് ശിക്ഷയാണ് 1 വർഷം വരെ കഠിന തടവ്. അടുത്തത്, കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നത് വിവരസാങ്കേതിക വിദ്യാ നിയമത്തിൻ്റെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകൃത്യമാകുന്നത്? അപ്പോൾ IT ആക്ട് ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമം വഴി വിതരണം ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് 67B ആണ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ എ 67B ആണ്. IT ആക്ട് 67B ആണ്. ബി പ്രകാരമാണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി വിതരണം ചെയ്യുന്നത്. ക്ലിയർ ആയേ? അടുത്തത് 84ാമത്തെ ക്വസ്റ്റ്യൻ, കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണ്? അപ്പോൾ നടപടികൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? കേരള പോലീസ് ആക്ട് പ്രകാരം പരാതിക്കാരായ സ്ത്രീകളുടെ സ്വകാര്യത ഉറപ്പുവരുത്തുന്നതിനായി സ്വീകരിച്ച നടപടി താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനിലും വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചുകൊണ്ട് പരാതിക്കാർക്ക് അഭിഭാഷകന്റെ സേവനം ഉറപ്പുവരുത്തിക്കൊണ്ട് എല്ലാ പ്രദേശത്തും കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി രൂപീകരിച്ചുകൊണ്ട്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ജനമൈത്രി പോലീസ് ആയാലും പരാതിക്കാർക്ക് അഭിഭാഷകന്റെ സേവനം ഉറപ്പുവരുത്തുന്നതായാലും കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതി ആയാലും ഇതെല്ലാം ഒരു ജനറലായിട്ടാണ് വരുന്നത്, സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി ഉള്ളത് ഏത് മാത്രമാണ്? എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു വനിതാ പോലീസിൻ്റെ സേവനം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ാമത്തെ നടപടി മാത്രമാണ് വരുന്നത്. അടുത്തത്, എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചു വെച്ച് മറ്റ് ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഏത് ശിക്ഷയാണ് ലഭിക്കുന്നത്? 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷയാണ് വരുന്നത്. അപ്പോൾ ഒന്നുകൂടെ പറയാം,
എയ്ഡ്സ് ബാധിതനായ ഒരു വ്യക്തി രോഗം പരത്തണമെന്ന ഉദ്ദേശത്തോടെ രോഗവിവരം മറച്ചുവെച്ച് മറ്റു ആളുകളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എത്രയാണ്? 2 വർഷം വരെ വരുന്ന തടവ് ശിക്ഷയാണ് ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവൽ ഏതാണ് വാറണ്ട് കേസ് ആയി പരിഗണിക്കുന്ന കുറ്റം? അപ്പോൾ താഴെ പറയുന്നവൽ ഏതാണ് വാറണ്ട് കേസായി പരിഗണിക്കുന്ന കുറ്റം ഏതാണ്? ഓപ്ഷൻ സി നമ്മൾ പഠിച്ചതാണ്. 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യം. അപ്പോൾ വാറണ്ട് കേസായി പരിഗണിക്കുന്ന കുറ്റം ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. 2 വർഷത്തിൽ കവിയുന്ന തടവ് ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യത്തെയാണ് നമ്മൾ പഠിച്ചത്. വാറണ്ടായി പരിഗണിക്കുന്ന കേസുകൾ ക്ലിയർ ആയി. അപ്പോൾ വാറണ്ട് കേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് പറയാനുള്ളത് 87ാമത്തെ ചോദ്യമാണ്. 87ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏത് പ്രസ്താവനകളാണ് ശരി എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥന് നോക്കാമെന്നുള്ളത്. ഒരു മിനിറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അത് ശരിയാണോ? പോലീസ് ഉദ്യോഗസ്ഥന് മുമ്പിൽ നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതല്ല. കോടതിയിലും അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല. അടുത്തത്, പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതി കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച ആയുധം കണ്ടെത്തിയാൽ ആ മൊഴി ആയുധം ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ആ മൊഴി കോടതിയിൽ തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകുന്ന കുറ്റസമ്മതം പൂർണ്ണമായും കോടതി തള്ളിക്കളയുന്നതാണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. പൂർണ്ണമായും പോലീസ് ഉദ്യോഗസ്ഥന് നൽകുന്ന മൊഴി കോടതി തള്ളിക്കളയത്തില്ല. കോടതി അതിന് മേൽ വിചാരണകളും കാര്യങ്ങളും ഒക്കെ നടത്തും. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് പ്രതി നൽകിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റു കൂട്ടുപ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ആ മൊഴി തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് കേരള പോലീസ് ആക്ട് പഠിച്ച ഒരാൾക്ക് ഇത് വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് ലോജിക്ക് വെച്ച് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ എത്രയാണ്? അപ്പോൾ എന്താണ്? ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത, പോക്സോ ആക്ട് ആണ് വരുന്നത്, പോക്സോ ആക്ട് ആണ്. അപ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് തൊടുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന തടവ് ശിക്ഷ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിച്ചതാണ്. 3 വർഷത്തിൽ കുറയാത്തതും എത്രയാണ്? 3 വർഷത്തിൽ കുറയാത്തതും 5 വർഷം വരെ ആകാവുന്നതുമായ തടവ് ശിക്ഷയാണ് ലഭിക്കുന്നത്. ക്ലിയർ ആയേ? അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം മൂന്നാം കക്ഷിയുമായി ബന്ധപ്പെട്ട ഒരു വിവരം നൽകുവാൻ സാധിക്കുമോ എന്നത് എത്ര ദിവസത്തിനുള്ളിൽ അപേക്ഷകനെ അറിയിക്കണം? അത് 40 ദിവസമാണ്. നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ സി 40 ദിവസത്തിനകമാണ് അറിയിക്കേണ്ടത്. ക്ലിയർ ആയി? അടുത്തത്, നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട്, അതായത് ND ആക്ട് ഇന്ത്യ 1985 ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത്? അപ്പോൾ കുറ്റവാളികൾക്ക് ധനസഹായം നൽകുന്നത് കുറ്റകൃത്യമാകുന്നത് NDPS ആക്ടിലെ 1985 NDPS ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് കുറ്റകരമാകുന്നത്? വകുപ്പ് 27A. ഓപ്ഷൻ എ ആണ് വകുപ്പ് 27A. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്നതാണ്. അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം തടയുന്നതിനായി ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അതുപോലെ തന്നെ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ
പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ച വസ്തു പിടിച്ചെടുക്കാൻ പോലീസ് ഉദ്യോഗസ്ഥന് അധികാരമുണ്ട്. നമ്മൾ ഇത്രയും വായിച്ചു നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതിനകത്ത് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഓപ്ഷൻ സി ആണ് 4ാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയെല്ലാം എങ്ങനെ വരും? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് തൻ്റെ കൃത്യനിർവഹണത്തിൻ്റെ ഭാഗമായി ഏത് സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും പ്രവേശിക്കാവുന്നതാണെന്നുള്ളത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചില വീടുകളിലും കാര്യങ്ങളിലും ഒക്കെ കയറണമെങ്കിൽ വാറണ്ട് കാര്യങ്ങളൊക്കെ വേണം, നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന് കുറ്റകൃത്യം തടയുന്നതിനായി ഏതൊരു വ്യക്തിയുടെയും സേവനം ആവശ്യപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ആവശ്യപ്പെട്ട സേവനം നൽകാത്ത വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അപ്പോൾ ആവശ്യപ്പെട്ട സേവനം തരാത്ത ഒരാളെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരം പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. അതും തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 4ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായി പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം IPC പ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണ്? അപ്പോൾ അത് കുറ്റകൃത്യം ഏതാണ്? കവർച്ച എന്നാണ് വരുന്നത്. കവർച്ച കുറ്റകൃത്യമാണ്, നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ച് അവരുടെ കൈവശമുള്ള സ്വർണം ബലമായിട്ട് പിടിച്ചെടുത്താൽ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അവർ ചെയ്യുന്ന കുറ്റകൃത്യം ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ കവർച്ചയാണ് വരുന്നത്. അവർ കവർച്ച ചെയ്തുകൊണ്ട് പോവുകയാണ്, ഭയപ്പെടുത്തിയ. അതേസമയം അവരെ മോഷണമല്ല, അവർ കാണാതെടുക്കുന്നതാണ് മോഷണമല്ല അവിടെ നടന്നത്, അവരുടെ നിന്ന് കവർന്നെടുത്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതാണ് കവർച്ച വരുന്നത്. അല്ലാതെ ഗുണ്ടായിസം കാണിച്ച് ഭയപ്പെടുത്തി അപഹരിക്കലല്ല ചെയ്തത്. അതുപോലെ തന്നെ സംഘമായിട്ട് വന്ന് കവർച്ച നടത്തുകയല്ല ചെയ്തത്. ബൈക്ക് യാത്രികർ ഒരു സ്ത്രീയെ ആക്രമിച്ചാണ് കൊണ്ടുപോയത്, അതുകൊണ്ട് കവർച്ചയാണ് വരുന്നത്. അടുത്തത്, കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? കൊലപാതക കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താൻ അധികാരപ്പെട്ടവർ ആരാണ്? അറസ്റ്റ് ചെയ്യപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഇത് നമ്മൾ വായിക്കുമ്പോൾ തന്നെ അറിയാം, സ്വകാര്യ വ്യക്തിയാണ് പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിക്ക് അത് ഒരിക്കലും പറ്റത്തില്ല. സീനിയർ പോലീസ് ഉദ്യോഗസ്ഥനും പറ്റത്തില്ല. എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനും വന്ന് ദേഹപരിശോധന നടത്താൻ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് പറ്റത്തില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന് മാത്രമേ അറസ്റ്റ് ചെയ്യുന്ന നേരത്ത് ദേഹപരിശോധന നടത്താനുള്ള അധികാരമുള്ളൂ. ക്ലിയറായി? അത് നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ക്വസ്റ്റ്യനൊക്കെ പെട്ടെന്ന് കിട്ടും, ആൻസർ കിട്ടും. അടുത്തത്, പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എത്രയാണ്? 1 വർഷം വരെ. അപ്പോൾ 1 വർഷം വരെ. അപ്പോൾ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന എത്രയാണ്? 1 വർഷം വരെ. അപ്പോൾ എന്താണ് പറഞ്ഞത്? പൊതുജനങ്ങൾക്ക് അസഹ്യത ഉളവാക്കുന്ന രീതിയിൽ പൊതുസ്ഥലത്ത് വെച്ച് മൃഗങ്ങളെ കശാപ്പ് ചെയ്താൽ ലഭിക്കുന്ന തടവ് ശിക്ഷ എത്രയാണ്? 1 വർഷം വരെയാണ് തടവ് ശിക്ഷ ലഭിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നത്? അപ്പോൾ താഴെ പറയുന്ന ഏത് സാഹചര്യത്തിലാണ് കോടതി മരണമൊഴി തെളിവായി സ്വീകരിക്കുന്നതെന്നാണെന്ന് നോക്കാം. സ്വമേധയാ നൽകിയ മരണമൊഴി, അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി, മജിസ്ട്രേറ്റിൻ്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മരണമൊഴി, സംസാരശേഷിയില്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയ മരണമൊഴി. ഇതെല്ലാം എടുക്കാം. ഇന്ത്യൻ എവിഡൻസ് ആക്ട് നമ്മൾ പഠിച്ചതാണ്. ഇത് എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എല്ലാ സാഹചര്യത്തിലും തെളിവായി സ്വീകരിക്കാവുന്നതാണ് പറയുന്നത്. അപ്പോൾ എല്ലാം നമ്മൾ, അതായത് മരണമൊഴിയായിട്ട് സ്വമേധയാ നൽകിയ മരണമൊഴി, അതുപോലെ തന്നെ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ മരണമൊഴി, മജിസ്ട്രേറ്റിൻ്റെ അഭാവത്തിൽ പോലീസ് രേഖപ്പെടുത്തിയ മരണമൊഴി, അതുപോലെ തന്നെ സംസാരശേഷി ഇല്ലാത്ത വ്യക്തി ആംഗ്യഭാഷയിൽ നൽകിയ മരണമൊഴി, ഇതെല്ലാം ശരിയായിട്ടുള്ളതാണ് വരുന്നത്. അടുത്തത്, സാങ്കേതിക വിദ്യാ നിയമം IT ആക്ട് ഒരു വ്യക്തി മറ്റൊരാളുടെ ഇലക്ട്രോണിക് സിഗ്നേച്ചർ അവരെ വഞ്ചിക്കണമെന്ന ഉദ്ദേശത്തോടെ ഉപയോഗിച്ചാൽ ലഭിക്കുന്ന ശിക്ഷ എത്രയാണ്? 3 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ് കുറ്റമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാവുന്നതാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ നിന്ന് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനയാണ്, ബുദ്ധിസ്ഥിരതയില്ലാത്ത സമയത്ത് ഒരാൾ മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. അതുപോലെ തന്നെ സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. അധ്യാപകൻ വിദ്യാർത്ഥികളെ അച്ചടക്ക പാലത്തിൻ്റെ ഭാഗമായി ശിക്ഷിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കും. അതുപോലെ തന്നെ 7 വയസ്സ് തികയാത്ത കുട്ടി ചെയ്യുന്ന മോഷണം കുറ്റകൃത്യമായി കണക്കാക്കും. അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2ാമത്തെയാണ് വരുന്നത്. അത് വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി, ആരുടെ നിർബന്ധപ്രകാരം അല്ല, സ്വമേധയാ ലഹരിക്കടിമയായ വ്യക്തി മറ്റൊരാളെ ആക്രമിച്ചാൽ അത് കുറ്റകൃത്യമായി കണക്കാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. 2ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത്,
ക്രിമിനൽ നടപടി നിയമപ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്താൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ഓപ്ഷൻ ബി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. നമ്മൾ പഠിച്ചതാണ് ക്രിമിനൽ നടപടി നിയമപ്രകാരം CRPC പ്രകാരം കുറ്റസമ്മതം രേഖപ്പെടുത്തുവാൻ അധികാരപ്പെട്ട ഉദ്യോഗസ്ഥൻ ആരാണ്? ജുഡീഷ്യൽ മജിസ്ട്രേറ്റ്. അടുത്തത് ലൈംഗിക ഉദ്ദേശ്യത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്? ലൈംഗിക പീഡനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് കേട്ടോ, ലൈംഗിക പീഡനമായിട്ട്. അപ്പോൾ എന്താണ് ലൈംഗിക ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക് നീലചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത് താഴെ പറയുന്നതിൽ ഏത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്? ലൈംഗിക പീഡനമായിട്ടാണ്. 100ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് വെച്ചിരിക്കുന്നത്? പോക്സോ ആക്ടുമായിട്ട് ബന്ധപ്പെട്ടാണ്. 18 വയസ്സ് പൂർത്തിയാകാത്ത ആൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ട് പോകലാണ്. അതുപോലെ തന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, പ്രായഭേദ്യമന്യേ വ്യക്തികളെ അവരുടെ സമ്മതം കൂടാതെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിക്കൊണ്ടുപോകൽ എന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ 18 വയസ്സ് പൂർത്തിയാകാത്ത പെൺകുട്ടിയെ രക്ഷിതാവിൻ്റെ സമ്മതമില്ലാതെ അവരുടെ സംരക്ഷണത്തിൽ നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നത് തട്ടിപ്പോകൽ എന്ന കുറ്റകൃത്യമാണ്. അപ്പോൾ ഇതിനകത്ത് ഏതാണ്? 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നത്. അപ്പം 3ാമത്തെ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട്. 3ാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയാണ്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നത് വുമൺ സിവിൽ പോലീസ് ഓഫീസർ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്തയാളെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വയ്ക്കാവുന്ന ഉയർന്ന സമയപരിധി. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഒരു പോലീസ് ഉദ്യോഗസ്ഥന് വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്തയാളെ മജിസ്ട്രേറ്റിൻ്റെ ഉത്തരവ് കൂടാതെ തടങ്കലിൽ വയ്ക്കാവുന്ന ഉയർന്ന സമയപരിധി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ്? നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ എ 24 മണിക്കൂറാണ്. 24 മണിക്കൂർ. അപ്പോൾ ഇതിന് ആൻസർ ഓപ്ഷൻ എ 24 മണിക്കൂറാണ്. നമ്മൾ പഠിച്ചതാണ് 24 മണിക്കൂറാണ് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്ന ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? അപ്പോൾ എന്താണ്? സാക്ഷികളായി കോടതിയിൽ വിളിപ്പിക്കാൻ സാധിക്കാത്ത വ്യക്തികളുടെ പ്രസ്താവനകൾ തെളിവായി കോടതി കണക്കാക്കുന്നത് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ്? അപ്പോൾ നമുക്ക് 4 സാഹചര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ സാഹചര്യം എന്താണ്? പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമയെന്ന നിലയിലോ ഉള്ള താല്പര്യത്തിനെതിരാവുമ്പോൾ. അതുപോലെ തന്നെ രണ്ടാമത്തേത് പോലീസ് തടങ്കലിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതം പ്രസ്താവന ബന്ധുത്വത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ച ആൾ. അതുപോലെ തന്നെ നാലാമത്തെ പ്രസ്താവനകൾ വാദതടസ്സമാകുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതായത് പ്രസ്താവന അത് ചെയ്യുന്ന ആളുടെ ധനപരമോ ഉടമയെന്ന നിലയിലോ ഉള്ള താല്പര്യത്തിന് എതിരാവുമ്പോൾ ആണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തേത് വരത്തില്ല. പോലീസിൻ്റെ തടങ്കലിൽ വെച്ച് നടത്തുന്ന കുറ്റസമ്മതം വരത്തില്ല. അതുപോലെ തന്നെ മൂന്നാമത്തേത് വരും. അതായത് പ്രസ്താവന ബന്ധുത്വത്തിൻ്റെ അസ്തിത്വത്തെ സംബന്ധിച്ചായാൽ അത് വരും. അതുപോലെ തന്നെ പ്രസ്താവനകൾ വാദതടസ്സമാകുമ്പോഴും അത് വരും. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, പ്രസ്താവനകൾ 1, 3, 4 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. അപ്പോൾ 1, 3, 4 എന്നിവയാണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് നോക്കാം. 83ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ എന്താണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് സാഹചര്യങ്ങൾ? ജാമ്യം അനുവദിക്കേണ്ടതില്ലാത്തതും വാറണ്ട് കൂടാതെ പോലീസിന് നേരിട്ടെടുക്കാവുന്നതുമായ ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ജാമ്യത്തിൽ അർഹതയുള്ളതും പോലീസിന് വാറണ്ട് പോലീസിന് വാറണ്ട് കൂടി മാത്രം എടുക്കാവുന്ന ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ. അതുപോലെ തന്നെ ഗുരുതരമായ ഏത് കുറ്റം നടന്നാലും ബലപ്രയോഗം കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ജാമ്യം ലഭിക്കാവുന്നതും പോലീസിന് നേരിട്ട് എടുക്കാവുന്നതുമായ കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്ന സാഹചര്യങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും.
ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും അപ്പം ക്രൈമിൻ്റെ ഇത് കൂടുതലാണ്. അപ്പം നല്ല ഗുരുതരമായൊരു കുറ്റമായിരിക്കും. ജാമ്യം അനുവദിക്കേണ്ടതല്ലാത്തതും വാറന്റ് കൂടാതെ പോലീസിന് നേരിട്ടെടുക്കാവുന്നതുമായ ഒരു കുറ്റം സാന്നിധ്യത്തിൽ നടന്നാൽ. അപ്പോൾ വാറന്റ് കൂടാതെ ഒരാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അപ്പം ഗുരുതരമായ കുറ്റമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് നിയമപ്രകാരം മറ്റൊരാളെ അറസ്റ്റ് ചെയ്യാവുന്നതാണെന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം താഴെ പറയുന്നതിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായത്? അപ്പോൾ ഇന്ത്യൻ തെളിവ് നിയമപ്രകാരം, ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം താഴെ പറയുന്നതിൽ ഏത് കുറ്റസമ്മതമാണ് സ്വീകാര്യമായിട്ടുള്ളത്? അപ്പോൾ ഏത് കുറ്റസമ്മതമാണെന്ന് നോക്കാം. നമുക്ക് കുറ്റസമ്മതങ്ങൾ നോക്കാം. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ തടങ്കലിൽ വെച്ച് നടത്തുന്നത്, മാപ്പ് സാക്ഷിയാക്കണമെന്ന വ്യവസ്ഥയിൽ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് നടത്തുന്നത്, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് മുമ്പാകെ നടത്തുന്നത്, അതുപോലെ തന്നെ പോലീസ് തടങ്കലിൽ വെച്ച് കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വസ്തുത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് ആൻസർ വരുന്നത് 3ഉം 4ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് മജിസ്ട്രേറ്റിന് മുമ്പാകെ നടത്തുന്നതും അതുപോലെ തന്നെ പോലീസ് തടങ്കലിൽ വെച്ച് നടത്തിയ കുറ്റസമ്മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വസ്തുത കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത്. 3ഉം 4ഉമാണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മുടെ ക്ലാസ്സിൽ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഇന്ത്യൻ എവിഡൻസ് ആക്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഉദാഹരണങ്ങൾ വെച്ച് തന്നെ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. മാക്സിമം നിങ്ങൾ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ക്ലാസ് കാണാൻ ശ്രമിക്കണം. ക്ലാസ് കണ്ടിട്ടേ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം വർക്കൗട്ട് ചെയ്യാതുള്ളൂ. ഇനിയാലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം നമ്മളുടെ ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക. സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് ക്ലാസ്സസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത്, പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. 85. വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള ആധികാരികതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായി തിരഞ്ഞെടുക്കുക. അപ്പോൾ എന്താണ്? വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള ആധികാരികതയെ സംബന്ധിച്ച് താഴെ പറയുന്നവയിൽ ശരിയായി തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായത്. അപ്പം വിചാരണ നടത്തുന്നതിൽ കോടതിക്കുള്ള ആധികാരികതയെ സംബന്ധിച്ച് താഴെ പറയുന്നത് ശരിയായതാണ് തിരഞ്ഞെടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പം ഏതാണെന്ന് നോക്കാം നമുക്ക്. കുറ്റകൃത്യം തുടരുന്ന ഒന്നായിരിക്കുകയും ഒന്നിലധികം തദ്ദേശ പ്രദേശങ്ങളിൽ വെച്ച് തുടരുകയും ചെയ്യുന്നതാണെങ്കിൽ തദ്ദേശ പ്രദേശങ്ങളിൽ ആധികാരികത ഉള്ളത് ഏത് കോടതിക്കാണോ അത് വിചാരണ ചെയ്യാം. അതുപോലെ തന്നെ കക്ഷിയുടെ അപേക്ഷയിൽ മേൽ കക്ഷിയുടെ അപേക്ഷയിൽ മേൽ ഏത് കുറ്റവും ഏത് കോടതിയിലും വിചാരണ ചെയ്യാം. അതുപോലെ തന്നെ കുറ്റം ചെയ്ത് ഒരു കോടതിയുടെ പരിധിയിലെങ്കിലും അതിൻ്റെ അനന്തരഫലം ഉണ്ടായത് വേറെ കോടതിയുടെ പരിധിയിലും ആണെങ്കിൽ കുറ്റം ചെയ്ത പ്രദേശത്തിൻ്റെ ആധികാരികതയുള്ള കോടതിക്ക് മാത്രമേ വിചാരണ ചെയ്യാവൂ. എവിഡൻസ് ആക്ടിലെ ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ തന്നെ ആളെ തട്ടിക്കൊണ്ടു പോകുന്ന കുറ്റത്തിൻ്റെ വിചാരണ അയാളെ ഒളിപ്പിച്ച് വെച്ച സ്ഥലത്തെ കോടതിയിൽ നടത്താവുന്നതാണ്. അപ്പോൾ ഇതിനേതാണ് നമ്മൾ പഠിച്ചതാണ്. 1ഉം 4ഉമാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്. 1ഉം 4ഉമാണ് ശരിയായിട്ട് വരുന്നത്. അതായത് നമ്മൾ പഠിച്ചതാണ് കുറ്റകൃത്യം തുടരുന്ന ഒന്നായിരിക്കുകയും ഒന്നിലധികം തദ്ദേശ പ്രദേശങ്ങളിൽ വെച്ച് തുടരുകയും ചെയ്യുന്നതാണെങ്കിൽ തദ്ദേശ പ്രദേശങ്ങളിൽ ആധികാരികതയുള്ള ഏത് കോടതിക്കും അത് വിചാരണ ചെയ്യാൻ നമ്മൾ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഒരാളെ തട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ തട്ടിപ്പോകൊണ്ട് പോകുന്ന കുറ്റത്തിൻ്റെ വിചാരണ അയാളെ ഒളിപ്പിച്ച് വെച്ച സ്ഥലത്തെ കോടതിക്കും നടത്താവുന്നതാണെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ 1ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത് വരുന്നത് കേട്ടോ. അപ്പോൾ 86ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളത്? അപ്പോൾ കേരള പോലീസ് ആക്ടാണ്. താഴെ പറയുന്നതിൽ ഏത് അവകാശമാണ് ഒരു പൗരന് പോലീസ് സ്റ്റേഷനിൽ പ്രാപ്തമായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് അവകാശമാണ് ഇതിനകത്ത് വരുന്നത്? ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്നറിയാൻ അത് നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്, എല്ലാ കേസുകളുടെയും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതിന് അവകാശമുണ്ട്. അത് തെറ്റായിട്ടുള്ളതാണ്. എല്ലാ കേസുകളുടെയും സ്റ്റേഷൻ ജാമ്യം കിട്ടാനുള്ള അവകാശമില്ല. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വകാര്യതയോടെ പരാതി കൊടുക്കാൻ എല്ലാ പോലീസ് സ്റ്റേഷനും കഴിയുന്നതാണ് നമ്മുടെ കേരളത്തിൽ. അതുപോലെ തന്നെ പരാതി നൽകിയതിൻ്റെ കൈപ്പറ്റി രസീത് കിട്ടാനും നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. കേരള പോലീസ് ആക്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ പറയാം. കേരള പോലീസ് ആക്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പൗരന് എന്തൊക്കെ അവകാശങ്ങളാണ് വേണ്ടത്? ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്വകാര്യതയോടുകൂടി തന്നെ പരാതി കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ പരാതി നൽകിയതിൻ്റെ കൈപ്പറ്റി രസീത് നമുക്ക് കിട്ടാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ എല്ലാ കേസുകളിലും സ്റ്റേഷൻ ജാമ്യം കിട്ടുന്നതിന് അവകാശമുണ്ട് എന്ന് പറയാൻ പറ്റത്തില്ല. ചില കേസുകളിൽ നമുക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടത്തില്ല.
അപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ. അപ്പോൾ ആൻസർ 1, 3, 4 ആണ് ശരിയായിട്ട് വരുന്നത്. അടുത്തത് നോക്കാം നമുക്ക്. വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്താൽ സെക്ഷൻ 31A പ്രകാരം നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് നിയമത്തിൻ്റെ, അതായത് NDPS ആക്ടിൻ്റെ അനുശാസിക്കുന്ന ശിക്ഷ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് വീണ്ടും വലിയ അളവിൽ മയക്കുമരുന്ന് കടത്തുന്നതിന് ആവർത്തിച്ച് ശിക്ഷ ലഭിച്ചിട്ടുള്ള വ്യക്തി വീണ്ടും അതേ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ സെക്ഷൻ 31A പ്രകാരം ഏത് ശിക്ഷയാണ് കിട്ടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഏത് ശിക്ഷയായിരിക്കും കിട്ടുന്നത്? ഓപ്ഷൻ സി വധശിക്ഷയാണ് കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ 87 ഓപ്ഷൻ സി വധശിക്ഷയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോലീസിൻ്റെ കൃത്യനിർവഹണത്തിന് സഹായമാവുന്നതിനായി കമ്മ്യൂണിറ്റി സമ്പർക്ക പദ്ധതികൾ രൂപീകരിക്കുന്നതിനെ കുറിച്ച് ഏത് നിയമമാണ് പ്രതിപാദിക്കുന്നത്? അപ്പോൾ കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ അപ്പോൾ ഏതായിരിക്കും? വകുപ്പ് 64 അല്ലേ പോലീസ് ആക്ടിലല്ലേ, കേരള പോലീസ് ആക്ടിലല്ലേ വകുപ്പ് 64? ഓർമ്മയില്ലേ? ഓർമ്മയില്ലേ? വകുപ്പ് സെക്ഷൻ 64 പോലീസ് ആക്ട്, കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികൾ രൂപീകരിക്കുന്നത്. കമ്മ്യൂണിറ്റി സമ്പർക്ക സമിതികളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഒരു വാർഡ് അടിസ്ഥാനത്തിലും തദ്ദേശ അടിസ്ഥാനത്തിലും ഒക്കെ പഞ്ചായത്ത് മെമ്പർ, നാട്ടിലെ പ്രധാന വ്യക്തികളെല്ലാം വെച്ച് കമ്മ്യൂണിറ്റി പോലീസിംഗ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. നിങ്ങളെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആൻഡ് കട്ടായിട്ട് നമ്മളതിനകത്ത് വളരെ ലളിതമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മാക്സിമം അതുകൂടെ ഒന്ന് കാണാൻ ശ്രമിക്കണം. എക്സാമിന് മുമ്പ് നമ്മുടെ എല്ലാ ക്ലാസ്സും കാണാൻ ശ്രമിക്കണം. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തൊന്ന് കണ്ടുവെക്ക്. അപ്പോൾ നിങ്ങൾക്ക് തറവായിക്കോളും. നമ്മൾ ആ പറഞ്ഞ ഉദാഹരണങ്ങളെല്ലാം വെച്ച് എക്സാം ഹോളിൽ ഇരിക്കുമ്പോൾ മറക്കത്തില്ല. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് തന്നെ ക്ലാസ്സസ് കാണാൻ ശ്രമിക്കുക. അടുത്തത്, ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായും ആർക്കെങ്കിലും മരണം ഉണ്ടാകുന്ന കുറ്റം ഏതാണ്? അപ്പോൾ എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു കളവ് ചെയ്യണമെന്ന സ്വന്തം ഇഷ്ടപ്രകാരം മനഃപൂർവ്വമായി ആർക്കെങ്കിലും ഒരു മരണം ഉണ്ടാക്കുന്ന കുറ്റം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? കവർച്ചയാണ് വരുന്നത്. അപ്പം 89A കവർച്ചയാണ് വരുന്നത്. അടുത്തത്, പോലീസ് ആക്ട് പ്രകാരം സ്പെഷ്യൽ പോലീസ് ഓഫീസറായി താൽക്കാലിക നിയമനത്തിന് പരിഗണിക്കാവുന്ന വ്യക്തിയുടെ പ്രായപരിധി. അപ്പം നമ്മൾ പഠിച്ചതാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസർ ഉള്ള ഒരു ഇതിനെക്കുറിച്ച് പഠിച്ചതാണ്. പോലീസ് നിയമനം നടത്തുന്നതല്ല, നമുക്കറിയാവുന്നതാണ്, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതേതാണ്? 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവരാണ് സ്പെഷ്യൽ പോലീസ് ഓഫീസറായിട്ട് വരുന്നത്. ഇവർക്ക് പെൻഷനില്ല, കാര്യങ്ങളൊന്നുമില്ല. പോലീസ് തന്നെ കുറച്ച് വോളണ്ടിയർ പോലെ എടുക്കുന്നതാണ്. നമ്മൾ പറഞ്ഞതാണ് സ്പെഷ്യലായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ ഓഫീസറായിട്ട് താൽക്കാലികമായ നിയമനത്തിൽ പരിഗണിക്കുന്നതാണ്. അപ്പോൾ അതിനുള്ള പ്രായപരിധി എത്രയാണ്? 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ്. 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. അടുത്തത്, മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? അപ്പം ഐഡൻറ്റിറ്റി തെഫ്റ്റാണ് അപ്പോൾ വരുന്നത്. അപ്പം ഏതാണ്? വകുപ്പ് 66 അല്ലേ? വകുപ്പ് 66 ഇൻഫർമേഷൻ IT ആക്ട് 66 അല്ലേ? മറ്റു വ്യക്തിയുടെ ATM കാർഡ് ഉപയോഗിച്ച് മോഷണം നടത്തുന്നത് ശിക്ഷാർഹമാവുന്നത് വകുപ്പ് 66 ആണ് വരുന്നത്. IT ആക്ട് സെക്ഷൻ 66 ആണ്. അടുത്തത്, അടുത്തുള്ള വസ്തുക്കളിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് പൊതുവായ ഒരു ദോഷം തീർച്ചയായും ഉണ്ടാവും എന്ന ഉദ്ദേശത്തോടും കൂടി ഒരു പ്രവൃത്തി ചെയ്യുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഏത് വകുപ്പിലാണ് വരുന്നത്? ഏത് വകുപ്പിലാണ്? സെക്ഷൻ 268 ആണ്. IPC ആക്ട് സെക്ഷൻ 268 ആണ് വരുന്നത്. അടുത്തത്, മയക്കുമരുന്നിൻ്റെ ദുരുപയോഗവും കള്ളക്കടത്തും ശിക്ഷാർഹമാക്കുന്നതിന് കൊണ്ടുവന്ന പ്രത്യേക നിയമം ഏതാണ്? നമുക്കറിയാം, നമ്മൾ പഠിക്കുന്നതല്ലേ, നമുക്ക് ബേസാണ്. അപ്പോൾ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് നിയമം, NDPS ആക്ട്. പക്ഷേ ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞിരുന്നാലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും എക്സാമിന് വെച്ചിട്ട്. അപ്പം ഒന്നുകൂടെ പറയാം, നാർക്കോട്ടിക്സ് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് 1985. ക്ലിയർ ആയോ? അടുത്തത്, താഴെ പറയുന്നതിൽ വിവരസാങ്കേതിക നിയമപ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഏതാണ്? അപ്പം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം ഏതാണ്? നമുക്കറിയാം, സൈബർ ടെററിസമാണ്. സൈബർ ടെററിസത്തിൻ്റെ സെക്ഷൻ എത്രയാണ്? 66F അല്ലേ സൈബർ ടെററിസം വരുന്നത്. അപ്പം സൈബർ ടെററിസമാണ് ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യം. സൈബർ ടെററിസമാണ്. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകളെന്ന് നോക്കാം. പാർലമെൻറ്റിൻ്റെ വിശേഷ അവകാശത്തിന് ലംഘനമായേക്കാവുന്ന വിവരങ്ങൾ വെളിപ്പെടുത്തേണ്ടതില്ല. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ വിവരാവകാശ
നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. നമുക്കറിയാം സമയപരിധി നിഷ്കർഷിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വിവരം എന്നതിൻ്റെ നിർവചനത്തിന് ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടുന്നുണ്ടല്ല, അത് നമുക്ക് തെറ്റായിട്ടുള്ളതാണ്. നമുക്കറിയാം CD-യിലും കാര്യങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിവരം ലഭിക്കുന്നതിന് പൊതു താല്പര്യത്തിന് പ്രാധാന്യമുണ്ട്. വിവരം ലഭിക്കുന്നതിൽ പൊതു താല്പര്യത്തിന് പ്രാധാന്യമുണ്ട്. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. പ്രസ്താവനകൾ 1, 4, 2 എന്നിവ 1, 2, 4 എന്നിവ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ് വരുന്നത്. അടുത്തത്, വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതും ആ വിവരങ്ങൾ രഹസ്യമായി കരുതുന്നതും ആണെങ്കിൽ അനുവർത്തിക്കേണ്ട നടപടികൾ ഇതിലാണ് വരുന്നത്, ഏത് സെക്ഷനിലാണ് വരുന്നത്? അപ്പോൾ എന്താണ് ഞാൻ ഒന്നുകൂടെ പറയാം, ക്ലിയർ ആയിട്ട് പറയാം. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം മൂന്നാമതൊരു വ്യക്തിയുടെ പക്കൽ നിന്ന് സ്വീകരിക്കേണ്ടതും ആ വ്യക്തി രഹസ്യമായി കരുതുന്നതും ആണെങ്കിൽ ആവർത്തിക്കേണ്ട നടപടികൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ നടപടികൾ എന്താണ്? സെക്ഷൻ 11 വരുന്നത്. സെക്ഷൻ 11 വിവരാവകാശ നിയമമാണ് വരുന്നത്. അടുത്തത്, കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമം തടയുന്നതിനായി ഉണ്ടാക്കിയ പോക്സോ നിയമം നിലവിൽ വന്ന വർഷം. പോക്സോ നിയമം എന്നാണ് നിലവിൽ വന്നത്? നമ്മൾ പഠിച്ചതാണ്, നമുക്ക് ബേസ് ക്വസ്റ്റ്യൻ ആണ്. 2012 വരുന്നത് നിലവിൽ വന്നത് പോക്സോ നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, പുരുഷത്വം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഏത് കുറ്റമാണ്? അപ്പോൾ എന്താണ്? പുരുഷത്വം ഇല്ലാതാക്കുന്ന രീതിയിൽ ഒരാളെ ദേഹോപദ്രവം ഉണ്ടാക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ IPC ആക്ട് പ്രകാരം ഏതാണ് കുറ്റകൃത്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? കഠിന ദേഹോപദ്രവമാണ് വരുന്നത്. ഓപ്ഷൻ ബി കഠിന ദേഹോപദ്രവമാണ് വരുന്നത്. അടുത്തത്, വിവാഹിതരായ സ്ത്രീകൾ അസ്വാഭാവിക സാഹചര്യങ്ങളിൽ മരണപ്പെടുമ്പോൾ സ്ത്രീധന മരണമായി കണക്കാക്കുന്നത് വിവാഹശേഷം എത്ര വർഷത്തിനുള്ളിൽ സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണം സംഭവിക്കുമ്പോഴാണ്? എത്ര വർഷമാണ്? നമ്മൾ പഠിച്ചതാണ് 7 വർഷം. 7 വർഷത്തിനുള്ളിലാണ്. 7 വർഷം വരെ കണക്കാക്കാവുന്നതാണ് സ്ത്രീധനമായിട്ടുള്ള മരണങ്ങൾക്ക് കേട്ടോ. അത് പഠിച്ചു വെക്കണം ഇപ്പം തന്നെ. അടുത്തത്, ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കും? അപ്പോൾ എന്താണ്? ഒരു വ്യക്തി ലൈംഗിക ഉദ്ദേശത്തോടു കൂടി ഒരു കുട്ടിയെ അശ്ലീല കാര്യത്തിനായി വശീകരിച്ചാൽ പോക്സോ നിയമപ്രകാരം ഏത് കുറ്റമായി കണക്കാക്കപ്പെടും? ലൈംഗിക പീഡനം തന്നെയാണത്. അപ്പം ഓപ്ഷൻ എ ലൈംഗിക പീഡനം. ഈ ക്വസ്റ്റ്യൻ തന്നെയല്ലേ കുറച്ച് മുമ്പേ 2023 സിവിൽ പോലീസ് ഓഫീസറിന് ചോദിച്ചിട്ടുള്ളത് വേറൊരു രീതിയിൽ? അതാണ് ഞാൻ പറഞ്ഞത്, ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വരും. അപ്പം മുൻവർഷ ചോദ്യങ്ങളുടെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് വരുന്നത്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് ഇച്ചിരി കിട്ടാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ടാണ് നമുക്ക് ക്ലിയർ ആയിട്ട് വരാത്തത്. അപ്പം ചാനൽ ഇതുവരെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയാണ് മാക്സിമം നമ്മൾ ഇങ്ങനെയുള്ള എഫേർട്ടുകൾ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അഭിപ്രായങ്ങളൊന്ന് കമൻറ്റോടെ ചെയ്യണേ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സിവിൽ പോലീസ് ഓഫീസർ 2022 ക്വസ്റ്റ്യൻ പേപ്പർ. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിലാണ്? അപ്പോൾ അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് അപക്വമായ തിരിച്ചറിവ് ഏത് പ്രായത്തിലാണ്? നമ്മൾ പഠിച്ചതാണ് 7 മുതൽ 12 വയസ്സ് വരെയാണ്. 7 മുതൽ 12 വയസ്സ് വരെ അപക്വമായ തിരിച്ചറിവാണ്. അടുത്തത്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗത്തിൻ്റെ ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത്? ബലാത്സംഗത്തിൻ്റെ ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത്? നമ്മൾ പഠിച്ചാണ് സെക്ഷൻ 376 ബലാത്സംഗം 376. അടുത്തത്, ഇന്ത്യൻ ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെ പ്രതിപാദിക്കുന്നു? 326A വകുപ്പ്. 326A വകുപ്പ് എന്തിനെ പ്രതിപാദിക്കും? അപ്പോൾ എന്തിനെയാണ് പരിഗണിക്കുന്നത്? നമുക്കറിയാം ആസിഡ് ആക്രമണത്തെക്കുറിച്ചാണ്. ആസിഡ് ആക്രമണത്തെക്കുറിച്ചാണ് വരുന്നത്. അടുത്തത്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്വയരക്ഷാ അവകാശത്തെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ പറയുന്നവർ ഏതാണ്? അപ്പോൾ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്വയരക്ഷാ അവകാശത്തെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ പറയുന്നവർ ഏതാണെന്ന്? സ്വയരക്ഷാ അവകാശത്തെക്കുറിച്ചാണ് ശിക്ഷാ നിയമത്തിലെ. അപ്പോൾ ഏതാണ് വരുന്നത്? ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 99-ാം വകുപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണെന്നാണ്. അപ്പോൾ ഇതാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തത്, FIR-നെ കുറിച്ച് ക്രിമിനൽ നടപടി ചട്ടത്തിൽ പ്രതിപാദിക്കുന്ന വകുപ്പ്. അപ്പോൾ CRPCയിലെ FIR-നെ കുറിച്ച്
FIR-നെ കുറിച്ച് ക്രിമിനൽ നടപടി ചട്ടത്തിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ FIR എന്ത് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ് FIR എന്ന് പറയുന്നത്. അപ്പോൾ FIR-വുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ ഏതാണ് നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 154. സെക്ഷൻ 154 FIR-വുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷൻ. അടുത്തത് ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറൻ്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി എത്രയാണ്? വാറൻ്റ് ഇല്ലാത്തൊരു കക്ഷിയെ എത്ര മണിക്കൂർ വരെ സൂക്ഷിക്കാൻ കഴിയും? 24 മണിക്കൂർ. ഇത് തന്നെ അല്ലാതെ സിവിൽ പോലീസ് ഓഫീസർ 2021 ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചില്ലേ, അതാണ് ഞാൻ പറയുന്നത്. ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. റിപ്പീറ്റ് ചെയ്ത് തന്നെ വരും ചില ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് നോക്കിയിരുന്നു. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറൻ്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധിയാണ് 24 മണിക്കൂർ. അടുത്ത 87-ാമത്തെ, ഇത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, നോക്കേണ്ട കാര്യമില്ല, ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് മരണമൊഴി തെളിവായി സ്വീകരിക്കാവുന്നത് ആരുടെ മുന്നിൽ പ്രസ്താവിക്കുമ്പോഴാണ്? അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? മരണമൊഴി തെളിവായി സ്വീകരിക്കാവുന്നത് ആരുടെ മുന്നിൽ പ്രസ്താവിക്കുമ്പോഴാണ്. അപ്പോൾ മരണമൊഴി ആരുടെ മുമ്പിൽ പറയുമ്പോഴാണ് അത് ഒരു തെളിവായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ എവിഡൻസ് ആക്ടാണ് വരുന്നത്. അപ്പം ഏതാണ് വരുന്നത്? പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പറ്റും. നമ്മൾ പഠിച്ചാണ് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പറ്റും, മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ പറ്റും, ഡോക്ടറിൻ്റെ മുമ്പിലും പറ്റും. അപ്പം ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ഓൾ ഓഫ് ദ എബോവ് ആണ് വരുന്നത്. മരണമൊഴി ആരുടെയൊക്കെ മുമ്പിൽ പറ്റും? പോലീസ് ഉദ്യോഗസ്ഥൻ, മജിസ്ട്രേറ്റ്, ഡോക്ടർ. ക്ലിയർ ആയോ? അടുത്തത് ഇന്ത്യൻ തെളിവ് നിയമത്തിലെ എവിഡൻസ് ആക്ടിലെ 27-ാം വകുപ്പ് എന്തിന് ബാധകമാണ്? അപ്പോൾ എവിഡൻസ് ആക്ടിലെ 27-ാം വകുപ്പ് എന്തിനാണ്? വസ്തുത കണ്ടെത്തൽ 27-ാം വകുപ്പ്. അടുത്തത് ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് പോലീസ് നിയമത്തിൻ്റെ ഏതാണ്? അപ്പോൾ ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് പോലീസ് നിയമത്തിന് ഏതാണെന്നാണ് വെച്ചിരിക്കുന്നത്. ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി 7 സെക്ഷൻ 7 വരുന്നത്. അടുത്തത് 91, കേരള പോലീസ് ആക്ടാണ് ഇതെല്ലാം പറയുന്നത്. കേരള പോലീസ് നിയമം 8(1) കേരള പോലീസ് ആക്ട് 8(1) വകുപ്പ് പ്രകാരം പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാവുന്ന സമയം. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പൊതുജനങ്ങൾക്ക് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാവുന്ന സമയം എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 7 മുതൽ 7 മണി വരെ, അതുപോലെ തന്നെ 9 AM തൊട്ട് 9 PM വരെ, 7 AM തൊട്ട് 12 PM വരെ. അപ്പം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് 24 മണിക്കൂർ നമ്മളുടെ കാര്യങ്ങളും എല്ലാം നോക്കേണ്ട ക്രമസമാധാനം ചുമതല ഉള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് പോലീസ് സ്റ്റേഷൻ. അപ്പോൾ ഏത് സമയത്ത് നമുക്ക് പരാതി നൽകാൻ പോലീസ് സ്റ്റേഷനിൽ സമീപിക്കാവുന്നതാണെന്നാണ് ആൻസറായിട്ട് വരുന്നത്. ഏത് സമയത്ത് നമുക്ക് സമീപിക്കാം പോലീസ് സ്റ്റേഷനെ. അടുത്തത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട പോലീസ് നിയമപ്രകാരം എന്താണ്? അപ്പോൾ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അപ്പോൾ നാളെ നിങ്ങൾ സിവിൽ പോലീസ് ഓഫീസറായിട്ട് വരുമ്പോൾ നിങ്ങളപ്പോൾ ഡ്യൂട്ടിയിലിരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു പൊതുജനത്തോട് നമ്മളെയൊക്കെ കാണുമ്പോഴൊക്കെ എന്തൊക്കെയാണ് പാലിക്കേണ്ട ഇത് ഉള്ളത്, പെരുമാറ്റം എങ്ങനെയാണെന്നൊക്കെ ഉള്ളതാണ് ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മര്യാദയും ഔചിത്യവും. അപ്പം മര്യാദയോടെയും ഔചിത്യത്തോടെയും പെരുമാറണം. അതുപോലെ തന്നെ അവസരോചിതമായ സഹാനുഭൂതിയും, അതുപോലെ തന്നെ സഭ്യവും മാന്യമായ ഭാഷയിലും നമ്മൾ ഇടപെടണമെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വേണ്ടത്. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? മുകളിൽ പറഞ്ഞവയെല്ലാം ആണ്. ഈ പറഞ്ഞവയെല്ലാം പോലീസ് ഉദ്യോഗസ്ഥന് വേണ്ടുന്ന ക്വാളിറ്റീസാണ്. അടുത്തത് 93-ാമത്തേത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എന്ത്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശിക്ഷ എന്താണ്? ആൻസർ ഓപ്ഷൻ എ, 1 വർഷത്തെ കഠിന തടവാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്തത് സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യുവാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നത്? സ്വന്തം ഭൂമിയിൽ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യുവാൻ അനുവദിക്കുന്ന ഒരു വ്യക്തിക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് ആ കുറ്റത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ്. കാരണം അയാളും ആ കുറ്റത്തിൻ്റെ പങ്കുചേരുകയല്ലേ ചെയ്ത്. അപ്പോൾ ആ കുറ്റത്തിന് ലഭിക്കുന്ന അതേ ശിക്ഷ തന്നെയാണ് അദ്ദേഹത്തിനും കിട്ടുന്നത്. അടുത്തത് പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കുക വഴി ലൈംഗിക അതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷയാണ് ചോദിച്ചിരിക്കുന്നത്. കുറഞ്ഞ ശിക്ഷ 3 വർഷം വരെ തടവാണ്. 3 വർഷം തടവ്. അടുത്തത് പോക്സോ ആക്ട് പ്രകാരം
ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗികാതിക്രമം ചെയ്തെന്ന ഒരു കള്ളപ്പരാതി നൽകുന്ന ആൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കള്ളപ്പരാതി നൽകുന്ന ഒരാൾക്ക് ലഭിക്കാവുന്ന ശിക്ഷ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് വരുന്നത്? അതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? എത്ര വർഷം വരെ ശിക്ഷ എടുക്കുക? 6 മാസം വരെ തടവ് ശിക്ഷ. നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്, അതായത് വ്യാജ പരാതി നൽകുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചതാണ്. പോക്സോ ആക്ട് പ്രകാരം നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ നിയമങ്ങളുണ്ടെങ്കിൽ തന്നെയും അത് ദുരുപയോഗം ചെയ്യുന്നവർ ഒരുപാട് പേര് കാണും. അപ്പം നമ്മൾ സെക്ഷൻ 22 പഠിച്ചാണ്, പോക്സോ ആക്ട് സെക്ഷൻ 22 പഠിച്ചാണ്. വ്യാജ വിവരങ്ങൾക്കും വ്യാജ പരാതികൾക്കുമുള്ള ശിക്ഷയെക്കുറിച്ച് നമ്മൾ പഠിച്ചാണ്. അതിനകത്ത് തന്നെ നമ്മൾ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, 6 മാസം വരെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടുമാണ് ലഭിക്കുന്നത്. അപ്പം ഇതിന് ആൻസർ വ്യാജ പരാതി നൽകി കഴിഞ്ഞാൽ 6 മാസം വരെ തടവാണ് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ ഏതാണ്? പരമാവധി ശിക്ഷ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 3 വർഷം വരെ തടവാണ്. 3 വർഷത്തെ തടവാണ്. അടുത്തത്, ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരൻ ആണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്താണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 7 വർഷം തടവും 10 ലക്ഷം പിഴയും. 7 വർഷം തടവും 10 ലക്ഷം പിഴയും. അടുത്തത്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005, വിവരാവകാശ നിയമം 2005 പ്രകാരം മൂന്നാം കക്ഷിക്ക് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരിൽ നിന്ന് ഏതെങ്കിലും വിവരത്തിൻ്റെയോ രേഖയുടെയോ സംബന്ധിച്ച് നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാമെന്നാണ്. എത്ര വർഷത്തിനുള്ളിൽ പരാതി നൽകാം? അപ്പോൾ നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം പരാതി നൽകാം. അടുത്തത് 100ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനും അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് ഏത്? അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി വകുപ്പ് 9 ആണ് വരുന്നത്. ഓപ്ഷൻ ഡി വകുപ്പ് 9 ആണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ സിവിൽ പോലീസ് ഓഫീസർ. ഇനി നമ്മൾ വുമൺ സിവിൽ പോലീസ് ഓഫീസർ 2022-21 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കുന്നത്. അപ്പം വീഡിയോ ഒത്തിരി നീണ്ടു പോകുന്നുണ്ട്. സാരമില്ല, നിങ്ങളിത് മൊത്തം കാണുക. നിങ്ങൾക്കിത് ഒരിക്കലും ഇത് ഉപകാരപ്പെടത്തേ ഉള്ളൂ മാക്സിമം. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അപ്പം നമുക്കിനി ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറോടെ ഉള്ളൂ. അപ്പോൾ അതോടുകൂടി ഈ വീഡിയോ തീരും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരാൾ സ്വമേധയാ മദ്യം കഴിച്ച് ലഹരിക്കടിമയായിട്ട് ഒരു കുറ്റകൃത്യം ചെയ്താൽ താഴെ പറയുന്നവയിൽ ഏതാണ് ശരി? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഒരാൾ സ്വമേധയാ മദ്യം കഴിച്ച് ലഹരിക്കടിമയായിട്ട് ഒരു കുറ്റകൃത്യം ചെയ്താൽ താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം 85 പ്രകാരം കുറ്റമുക്തനാക്കപ്പെടും. അയാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവത്തെക്കുറിച്ചോ അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിവില്ലാത്തതിനായിരിക്കുമ്പോൾ പ്രവൃത്തി കുറ്റകരമായിരിക്കുന്നതല്ല. സ്വമേധയാ ലഹരിക്കടിമയായി കുറ്റം ചെയ്താൽ വകുപ്പ് 85 പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുകയില്ല. മുകളിൽ പറഞ്ഞത് എല്ലാം തെറ്റാണ്. അപ്പോൾ ഇതിനാൽ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ? ഒരാൾ സ്വമേധയാ മദ്യം കഴിച്ചെന്നാണ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം, സ്വമേധയാ മദ്യം കഴിച്ച് സ്വമേധയാ ലഹരിക്കടിമയായ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ വകുപ്പ് 85 പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കുകയില്ല. വകുപ്പ് 85 പ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കത്തില്ല. അതിന് ശിക്ഷ തന്നെ കിട്ടും. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 304A പ്രകാരം കുറ്റകരമായ നരഹത്യ ആക്കാത്ത തരത്തിൽ അവിവേകമായതോ അല്ലെങ്കിൽ ഉപേക്ഷയോടുകൂടിയതോ ആയ ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾ മറ്റൊരാളിൻ്റെ മരണത്തെ സംഭവിപ്പിക്കുന്നു എങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം എന്താണ് 82ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യൻ ശിക്ഷാ നിയമം 304A പ്രകാരം കുറ്റകരമായ നരഹത്യ ആകാത്ത തരത്തിൽ അവിവേകമായതോ അല്ലെങ്കിൽ ഉപേക്ഷയോടുകൂടിയതോ ആയ ഒരു പ്രവൃത്തി കൊണ്ട് ഒരാൾ മറ്റൊരാളിൻ്റെ മരണത്തെ സംഭവിപ്പിക്കുന്നു എങ്കിൽ ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എത്രയാണ്? അപ്പോൾ പരമാവധി ശിക്ഷ എത്രയാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2 കൊല്ലം തടവ് ശിക്ഷയാണ്. 2 കൊല്ലം തടവ് ശിക്ഷയാണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ഇന്ത്യൻ ശിക്ഷാ നിയമം സെക്ഷൻ 378 പ്രകാരം മോഷണമാണെങ്കിൽ വേണ്ട ആവശ്യ ഘടകങ്ങളിൽ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരാൾ ജംഗമ വസ്തുവിനെ ചലിപ്പിക്കുന്നു, അത് ശരിയായിട്ടുള്ളതാണ്. ഒരാൾ ജംഗമ വസ്തുവിനെ ചലിപ്പിക്കുന്നു. അതുപോലെ തന്നെ അയാൾ വഞ്ചനാപരമായി അതെടുക്കാൻ ഉദ്ദേശമുണ്ടാവണമെന്നില്ല, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. ഇത് ആരുടെ കൈവശമാണെന്നോ അത് നേരത്തെ ഇരുന്നത് അയാളുടെ സമ്മതമില്ലാതെയാണ് ഇയാൾ അത് എടുത്തത്. നമുക്ക് ജസ്റ്റ് ഇത് വായിക്കുമ്പോൾ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ തന്നെ ആൻസർ കിട്ടും. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1, 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മരിച്ചുപോയ ഒരാളുടെ വിൽപ്പത്രം നടത്തിക്കുന്ന ആളായ എ ആ സ്വത്തിനെ വിൽപ്പത്രപ്രകാരമുള്ള വ്യവസ്ഥകളെ അനുസരിക്കാതെ തൻ്റെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി കൈവശപ്പെടുത്തുന്നു. ഇന്ത്യ ശിക്ഷാ നിയമം അനുസരിച്ച് എ ചെയ്ത കുറ്റം എന്താണ്? അപ്പോൾ ഒന്നുകൂടെ പറയാം. മരിച്ചുപോയ ഒരാളിൻ്റെ വിൽപ്പത്രം നടത്തിക്കുന്ന ആളായ ഒരാളാണ് എയോ എക്സോ എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. ആ സ്വത്തിനെ വിൽപ്പത്രപ്രകാരമുള്ള വ്യവസ്ഥകളെ അനുസരിക്കാതെ തൻ്റെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി കൈവശപ്പെടുത്തുന്നു. അപ്പോൾ IPC സെക്ഷൻ അനുസരിച്ച് ചെയ്ത കുറ്റം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെയ്ത കുറ്റം എന്താണ്? ഓപ്ഷൻ ഡി അല്ലേ വരുന്നത്. കുറ്റകരമായ വിശ്വാസവഞ്ചന സെക്ഷൻ 405. IPC സെക്ഷൻ 405 കുറ്റകരമായ വിശ്വാസവഞ്ചന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പ്രതിപാദിക്കുന്ന ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ എങ്ങനെയാണ് സമൻസ് കേസായി കണക്കാക്കപ്പെടുന്നത്? ഒന്നുകൂടെ പറയാം. താഴെ പ്രതിപാദിക്കുന്ന ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ഉൾപ്പെടുന്ന കേസുകളിൽ ഏതിനെയാണ് സമൻസ് കേസായി കണക്കാക്കുന്നത്? അപ്പോൾ സമൻസ് കേസ് ഏതാണ് വരുന്നതെന്നാണ്. അപ്പം മരണശിക്ഷ, ജീവപര്യന്തം ശിക്ഷ, 3 വർഷം തടവ് ശിക്ഷ. അപ്പം മേൽപ്പറഞ്ഞവ ഒന്നുമല്ല സമൻസ് കേസായിട്ട് വരുന്നത്. വരുന്നത്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. 86ാമത്തെ ക്വസ്റ്റ്യൻ. ക്രിമിനൽ നടപടി നിയമസംഹിത പ്രകാരം താഴെ പ്രതിപാദിക്കുന്ന ഏതൊക്കെ അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളത്? അപ്പം ക്രിമിനൽ നടപടി CRPC ആക്ട് പ്രകാരം താഴെ പ്രതിപാദിക്കുന്ന ഏതൊക്കെ അവകാശങ്ങളാണ് നൽകിയിട്ടുള്ളതാണ്? പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം, അതുപോലെ തന്നെ മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം, സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശം. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അതായത് 1, 2, 3 ആണ് വരുന്നത്. അതായത് പോലീസ് ഓഫീസറിന് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, മജിസ്ട്രേറ്റിന് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അതുപോലെ തന്നെ സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. സ്വകാര്യ വ്യക്തിക്ക് ഏത് രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ പറ്റും? നമ്മൾ പഠിച്ചതാണ്. അതായത് അദ്ദേഹം വാറണ്ടോടുകൂടി പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകൾ ചെയ്യുവാണെങ്കിൽ, വാറണ്ടോട് കൂടി അല്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കേസുകൾ, അത് ഗുരുതരമായ കുറ്റകൃത്യങ്ങളും ഗുണ്ടകളോ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുവാണെങ്കിൽ സ്വകാര്യ വ്യക്തിക്ക് അറസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഇതുണ്ട്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3. അടുത്തത്, വിവാഹം കഴിഞ്ഞ് ഡാഷ് വർഷത്തിനുള്ളിൽ ഒരു സ്ത്രീ ആത്മഹത്യ ചെയ്ത കേസുകളിൽ ക്രിമിനൽ നടപടി നിയമസംഹിത സെക്ഷൻ 174 പറയുന്ന റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കേണ്ടത് എത്ര വർഷമാണെന്നാണ്. അപ്പോൾ നമ്മൾ നമുക്കറിയാം ഇത് എത്ര വട്ടം റിപ്പീറ്റ് ചെയ്തത്? 7 വർഷമാണ്. 7 വർഷം നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻ ബി 7 വർഷമാണ്, മറക്കല്ലേ. 88ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ തെളിവ് നിയമം സെക്ഷൻ 32 പ്രകാരം മരിച്ചുപോയ വ്യക്തി പ്രസക്ത വസ്തുതയെക്കുറിച്ച് ചെയ്യുന്ന പ്രസ്താവന പ്രസക്തമാക്കാത്തത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പ്രസ്താവന ചെയ്യുന്ന ആളുടെ ധനപരമായ താല്പര്യത്തിന് അനുകൂലമായിരിക്കുന്ന പ്രസ്താവനയാണ്. അടുത്തത്, താഴെ പറയുന്നവയിൽ കക്ഷികളല്ലാത്ത ആളുകളുടെ അഭിപ്രായം പ്രസക്തമാവുന്നത് എപ്പോഴാണ്? അപ്പോൾ താഴെ പറയുന്നതിൽ ഒരു കേസിൽ കക്ഷികളല്ലാത്ത ആളുകളുടെ അഭിപ്രായം പ്രസക്തമാവുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് എപ്പോഴാണ്? ഓപ്ഷൻ സി വിദഗ്ധ അഭിപ്രായമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് ഓപ്ഷൻ സി വിദഗ്ധ അഭിപ്രായം. 90ാമത്തെ ക്വസ്റ്റ്യൻ. കേരള പോലീസ് ആക്ട് സെക്ഷൻ 3 പറഞ്ഞിരിക്കുന്ന പോലീസിൻ്റെ കർത്തവ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ലാത്തത് ഏതാണ്? അപ്പോൾ ഇത് വായിക്കുമ്പോൾ തന്നെ അറിയാം. മനുഷ്യാവകാശ സംരക്ഷണം, രാഷ്ട്ര സുരക്ഷാ സംരക്ഷണം, അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ അഖണ്ഡതാ സംരക്ഷണം, പാരിസ്ഥിതിക സംരക്ഷണം പോലീസിൻ്റെ ഡ്യൂട്ടിയല്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്, പാരിസ്ഥിതിക സംരക്ഷണം. അടുത്തത്, കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ആളുകൾക്കുള്ള അവകാശം പ്രതിപാദിക്കുന്ന കേരള പോലീസിലെ ആക്ട് ഏതാണ്? സെക്ഷൻ 7 അല്ലേ? കേരള പോലീസ് ആക്ട് സെക്ഷൻ 7 അല്ലേ? കാര്യക്ഷമമായ പോലീസ് സേവനത്തിന് ആളുകൾക്കുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് കേരള പോലീസ് ആക്ട് സെക്ഷൻ 7. അടുത്തത്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഏതെങ്കിലും കൃത്യനിർവഹണത്തിന് നിന്നും പ്രത്യക്ഷമായ ഉദ്ദേശത്തോടെ
ഭീഷണിപ്പെടുത്തുകയും തടയുകയും ചെയ്താൽ കിട്ടുന്ന പരമാവധി ശിക്ഷ 3 വർഷം വരെയാണ്. 3 വർഷം വരെ. അടുത്തത് വിവരാവകാശ നിയമപ്രകാരം വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്തതാണ്. അപ്പം വിവരം എന്നതിൻ്റെ നിർവചനത്തിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ഫയൽ നോട്ടുകളാണ്. നമ്മൾ പഠിച്ചാണ് പത്രപ്രസ്താവനകൾ വരും, സർക്കുലർ വരും, ഇമെയിലുകളും വരും. വിവരം എന്നതിൻ്റെ ഫയൽ നോട്ടുകൾ വരത്തില്ല. നമ്മൾ പഠിക്കുന്നതാണ് വിവരാവകാശ നിയമത്തിൽ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്, ഫയൽ നോട്ടുകളെ. അടുത്തത് NDPS നിയമം താഴെ പറയുന്ന ആർക്കാണ് ബാധകമായിട്ടുള്ളത്? അപ്പം NDPS നിയമം ആർക്കാണ് ബാധകമായിട്ടുള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർക്കൊക്കെയാണ്? ഇന്ത്യക്കകത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വരും, ഇന്ത്യക്ക് പുറത്തുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് വരും, ഇന്ത്യ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലുള്ള വ്യക്തികൾക്ക് വരും, ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിമാനങ്ങളിലുള്ള വ്യക്തികൾക്കും വരും. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് വരുന്നത്. ഈ പറഞ്ഞവർക്ക് എല്ലാവർക്കും ഈ NDPS നിയമം ബാധകമായിട്ടുള്ളതാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണേ, ഇത് ഈ പറയുന്നവർക്ക് എല്ലാവർക്കും NDPS നിയമം ബാധകമായിട്ടുള്ളതാണ്. അടുത്തത് ഒരാൾ ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി ആൾമാറാട്ടം നടത്തുന്നത് വിവരസാങ്കേതിക നിയമം ഏത് വകുപ്പ് പ്രകാരമാണ്? അപ്പോൾ 66D ആണ് വരുന്നത്. IT ആക്ട് സെക്ഷൻ 66D ആണ് വരുന്നത്. അടുത്തത് സ്പെഷ്യൽ കോടതിയുടെ അധികാരമില്ലാതെ ഒരു കുട്ടിയുടെ അഭിമാനത്തിന് കോട്ടം വരുത്തുന്ന വിധത്തിൽ കുട്ടിയുടെ തിരിച്ചറിയൽ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് വെളിപ്പെടുത്തിയാൽ പോക്സോ നിയമപ്രകാരം ശിക്ഷ ലഭിക്കുന്നത് ആർക്കാണ്? പോക്സോ നിയമപ്രകാരം ലഭിക്കുന്ന ആർക്കാണ്? നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച പോക്സോ ആക്ടിൽ, അതായത് ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ആരെങ്കിലും ഒരു റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് റിപ്പോർട്ടർ, പ്രസാധകൻ, ഉടമ ഇവർക്കെല്ലാവർക്കും കേസ് വരുന്നത് നമ്മൾ പഠിച്ചതാണ് പോക്സോ ആക്ട് പ്രകാരം, ഓപ്ഷൻ ഡി പ്രകാരം. അപ്പോൾ മേൽപ്പറഞ്ഞവരെ എല്ലാം വരും. റിപ്പോർട്ടർക്ക് വരും, പ്രസാധകൻ വരും, ഉടമയ്ക്കും വരും. അടുത്തത് കോടതി ഏത് കേസിലാണ് വിവരാവകാശ നിരുപാധികമായ അവകാശമല്ല എന്ന വിധി പുറപ്പെടുവിച്ചത്? നല്ലൊരു ക്വസ്റ്റ്യനാണ്. കോടതി ഏത് കേസിലാണ് വിവരാവകാശം നിരുപാധികമായ അവകാശമല്ല എന്ന് വിധി പ്രഖ്യാപിച്ചത്? ഏത് കേസിലാണ്? ഇന്ദിരാ ജയ്സിംഗ് വെസസ് രജിസ്ട്രാറാണ്. സുപ്രീം കോടതിയിലാണ്. അപ്പോൾ ഓർത്ത് വെച്ചോണം, ഇന്ദിരാ ജയ്സിംഗ് വെസസ് രജിസ്ട്രാറാണ്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയിലാണ് കേസ് നടത്തുന്നത്. അടുത്തത് NDPS നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. സൂചന കൊഗ്നൈസബിൾ, വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന, ബെയിലബിൾ, ജാമ്യം ലഭിക്കാവുന്നവ. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കൊഗ്നൈസബിൾ ആൻഡ് നോൺ കൊഗ്നൈസബിൾ ആണ് ആൻസറായിട്ട് വരുന്നത്. നമ്മൾ പഠിച്ചതാണ്. 98 NDPS നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം. NDPS നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങളുടെ സ്വഭാവമാണ് വരുന്നത്. സൂചന എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. കൊഗ്നൈസബിൾ, വാറണ്ട് കൂടാതെ അറസ്റ്റ് ചെയ്യാവുന്ന, ബെയിലബിൾ, ജാമ്യം ലഭിക്കാവുന്ന ആണെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി കൊഗ്നൈസബിൾ ആൻഡ് നോൺ കൊഗ്നൈസബിൾ ആണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെയാണ് വരുന്നത്. സോറി അത് തന്നെ റിപ്പീറ്റ് ചെയ്തതാണ്. 99 പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസം. ഒക്ടോബർ, ഓപ്ഷൻ ഡി ആണ് വരുന്നത്. നവംബർ 14 ശിശുദിനമല്ലേ, അത് വെച്ച് ഓർത്തിരുന്നു. നവംബർ 14, 2012 നവംബർ 14 പോക്സോ നിയമം പ്രാബല്യത്തിൽ വന്നത്. അടുത്തത് രഹസ്യാത്മകതയുടെയും സ്വകാര്യതയുടെയും ലംഘനത്തിന് IT ആക്ട് വിവരസാങ്കേതിക നിയമപ്രകാരം 72 വകുപ്പ് പ്രകാരം അനുശാസിക്കുന്ന ശിക്ഷ എന്നാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. 2 വർഷം വരെ തടവ്, അല്ലെങ്കിൽ കൂടാതെ 1 ലക്ഷം രൂപ വരെ പിഴ. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു 5 പ്രീവിയസ് ക്വസ്റ്റ്യൻസോളം വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ സിവിൽ പോലീസ് ഓഫീസറുമായിട്ട് ബന്ധപ്പെട്ട്, വുമൺ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ മാക്സിമം ഈ ക്ലാസ് ഒന്ന് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളുടെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകൾ നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അത് മാക്സിമം ഒന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയുള്ള നമ്മൾ ഈ ഒരു ക്ലാസ്, അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ സെപ്പറേറ്റ് വേറൊരു പ്ലേലിസ്റ്റിലിടും. അതായത് കാര്യം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ പ്ലേലിസ്റ്റിൽ തന്നെ 10-22 വീഡിയോസായി. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സിവിൽ പോലീസ് ഓഫീസർ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ സെപ്പറേറ്റ് ഒരു പ്ലേലിസ്റ്റ് നമ്മൾ ഉണ്ടാക്കി അതിനകത്ത് ആണ് ഇനി വരുന്ന വീഡിയോസ് എല്ലാം ഇടുന്നത്. അത് വീഡിയോ വരുന്നവർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തുതരാം. മാക്സിമം അതിലൂടെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID മെൻഷൻ ചെയ്തുതരാം കമൻറ്റ് ബോക്സിൽ. അപ്പം ഡൗട്ടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ അവൈലബിൾ ആണ്, അതിനകത്ത് റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ
ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ നമ്മൾ ഒരു മണിക്കൂറോളം നീണ്ടൊരു ക്ലാസ് ആയിരുന്നു ഇപ്പോൾ എടുത്തിരുന്നത്, ക്വസ്റ്റ്യൻസ് ആൻഡ് ഡിസ്കഷൻ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഇത് തന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഇനി നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. തൊഴിൽ വീതി മറ്റുള്ള എല്ലാ ഇതിൽ നിന്ന് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സിവിൽ പോലീസ് ഓഫീസറിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ്. അതെല്ലാം ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ ഈ വീഡിയോക്ക് നിങ്ങൾ വരുന്ന സപ്പോർട്ടിനനുസരിച്ച് വേണം നമുക്ക് അടുത്ത ക്ലാസ്സുകൾ ഇടാൻ. അപ്പോൾ മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കല്ല. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ബാക്കി കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ താങ്ക് യു ഓൾ.